നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തലാലിന്റെ കുടുംബവുമായി ഇന്ന് വീണ്ടും ചർച്ച. തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൌൺസിൽ അംഗവുമായ വ്യക്തിയാണ് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. നാളെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷാവിധി നീട്ടിവെക്കാൻ അറ്റോർണി ജനറലുമായി സംസാരിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഴിയാണ് ചർച്ച നടക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ട ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ മടക്കയാത്ര ശരിയായ പാതയിലെന്ന് റിപ്പോർട്ട്. കാലിഫോർണിയയിൽ പസഫിക് സമുദ്രത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യും. 22.5 മണിക്കൂറാണ് മടക്കയാത്രയ്ക്ക് എടുക്കുക. 18 ദിവസം നിലയത്തിൽ താമസിച്ച് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ശുഭാംശു അടങ്ങുന്ന സംഘത്തിന്റെ മടക്കയാത്ര. ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:45 ഡ്രാഗൺ ഗ്രേസ് പേടകം നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഷാർജയിലും നിയമ പോരാട്ടം നടത്താൻ കുടുംബം. ഷാർജ പോലീസിൽ പരാതി നൽകും. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കേരളത്തിൽ നൽകിയ പരാതി DYSP അന്വേഷിക്കും. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന നിലപാടിൽ കുടുംബം. ഭാസ്കര കാരണവർ വധക്കേസിൽ ഷെറിൻ ജയിൽ മോചിതയാകുന്നു. സർക്കാർ ഉത്തരവിറക്കി. മന്ത്രിസഭയുടെ ശുപാർശ നേരത്തെ ഗവർണർ അംഗീകരിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെറിന് ജയിലിൽ നിന്നിറങ്ങാം. ജീവപര്യന്തം തടവിന്റെ 14 വർഷം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ഷെറിൻ സ്വതന്ത്രയാകുന്നത്. PM കുസും പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്നതിൽ 100 കോടിയുടെ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തിന് പിന്നാലെ വൈദ്യുതി മന്ത്രിയോട് ചോദ്യങ്ങളുമായി രമേശ് ചെന്നിത്തല. 5 കോടിക്ക് മുകളിൽ ടെൻഡർ വിളിക്കാനുള്ള അർഹത അനേർട്ടിന്റെ MDക്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് MD 240 കോടി ടെൻഡർ വിളിച്ചതെന്നാണ് ചോദ്യം. NTV UAE to the world.